ആധുനിക ലോകം ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും അതിവേഗം കുതിക്കുമ്പോഴും മനുഷ്യത്വം പലയിടങ്ങളിലും കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആയുധങ്ങളുടെ ഭാഷ മാത്രം സംസാരിക്കുന്ന അധികാര ശക്തികൾക്ക് മുന്നിൽ അടിച്ചമർത്തപ്പെടുന്ന ജനതയുടെ ചെറുത്തുനിൽപ്പുകൾ നിരന്തരം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പല ഇടങ്ങളിൽ ഉണർത്തുന്നു. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ. തീർച്ചയായും നിങ്ങളുടെ ഈ സമുദായം അതൊരേകോദര സഹോദര സമുദായം തന്നെയാണ്. ഈ ഒരൊറ്റ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇന്നലകളിൽ ഈ സമൂഹം ആർജിച്ചെടുത്ത വിജയങ്ങളും ഇന്ന് ഈ സമൂഹം നേരിടുന്ന വലിയ പരാജയങ്ങളും. ചരിത്രം നമ്മെ ഉണർത്തുന്ന വലിയ ഒരു സത്യമുണ്ട്. ഇസ്ലാമിക ലോകം ശത്രുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിപ്പോയത് ഒരു കാലത്തും അവരുടെ ആയുധബലം കൊണ്ടല്ല, മറിച്ച് നമുക്കിടയിൽ തന്നെ കുമിഞ്ഞുകൂടിയ അനൈക്യങ്ങൾ മൂലമായിരുന്നു. ഉള്ളിൽ കയറിക്കൂടിയ വിടവുകളും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഒറ്റുകൊടുത്തവരുമാണ് എന്നും ഈ സമുദായത്തെ ദുർബലമാക്കി കളഞ്ഞത്. ഒരു മതിൽക്കെട്ട് തകരുന്നത് പുറത്തു നിന്നുള്ള പ്രഹരത്തേക്കാൾ അതിൻ്റെ അകത്ത് തന്നെ രൂപപ്പെട്ടു വരുന്ന വലിയ വിടവുകൾ കാരണമാണ്. ശത്രുവിൻ്റെ ആയുധങ്ങളെ ഭയക്കാത്ത, നഷ്ടങ്ങളുടെ കനഭാരങ്ങളിൽ നിന്ന് മാത്രം പോരാടുന്ന, മുട്ടുമടക്കാത്ത ഒരു സമൂഹം ഇന്നും ചെറുത്തു നിൽക്കുന്നത് മരണത്തെ ഭയമില്ലാത്തതുകൊണ്ടാണ്. മരണത്തെ ഭയക്കാത്ത ഈ പോരാട്ടങ്ങളോട് ഐക്യം സമരസപ്പെട്ടു നിന്നപ്പോഴാണ് ഈ സമൂഹം വലിയ വലിയ വിജയങ്ങൾ സ്വായത്തമാക്കിയത്. നമ്മൾ ഐക്യപ്പെടുകയല്ലാതെ, ഐക്യത്തിൻ്റെ വേദികൾ സൃഷ്ടിക്കുകയല്ലാതെ, ഒരുമിച്ചിരിക്കുകയല്ലാതെ വിജയം കൊണ്ടുവരാൻ യാതൊരു വഴിയുമില്ല. ലോകത്ത് സമാധാനവും മനുഷ്യത്വ വിജയവുമാണ് നമ്മൾ കൊതിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ എടുക്കേണ്ട നിലപാട് അനൈക്യത്തിനെതിരെയാണ്. അത് ഏറ്റവും ചെറിയ പരിസരങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ ആരംഭിക്കണം. നമ്മുടെ ഗൃഹാന്തരങ്ങളിൽ നടക്കുന്ന ചെറിയ ചെറിയ പിണക്കങ്ങളും വിഷമങ്ങളും വീടിന്റെ വെളിയിലേക്കിട്ട് വലിച്ചു തുപ്പിക്കൊണ്ട് നാടുനീളെ പിണക്കങ്ങളുടെ കുടുംബമായി നമ്മൾ അധപതിക്കാൻ പാടില്ല. സമൂഹത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും മഹല്ല തലത്തിലാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് ഒരുമയോടെ ഒരു ഭാഷയോടെ സംസാരിക്കുന്ന സൗഹൃദ ചെങ്ങലകളിലെ മുത്തുകളായി നമ്മൾ മാറണം. അതുകൊണ്ട് പരിശുദ്ധമായ ഈ റമദാനിൽ ഹൃദയങ്ങൾക്കേറ്റ കറുകറുത്ത പുള്ളികൾ നാം നീക്കം ചെയ്യുമ്പോൾ മനസ്സിൽ രൂപപ്പെട്ടു വന്ന അനൈക്യത്തിന്റെ മഹാവൈകല്യങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഹൃദയം തുറന്ന എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന സ്വഭാവക്കാരായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അവന്റെ സഹായം നമുക്ക് തരിക തന്നെ ചെയ്യും.